ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ എ ഡോൾസ് ജേർണി എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഗ്രാമർ ഭാഗത്ത് വരുന്ന ഏതാനും ചില ആക്ടിവിറ്റീസ്, അതിൻ്റെ ആൻസേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ഗ്രാമർ ഭാഗത്ത് പറയുന്നത്, ഈ ഒരു കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഒരു പാവക്കുട്ടി, നഷ്ടപ്പെട്ടു പോയ പാവക്കുട്ടിയെ കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് പാവക്കുട്ടി കൊണ്ടാണ് പിന്നെ ഇവർ കളിച്ചുകൊണ്ടിരുന്നതെങ്കിൽ, ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ ഫോൺ കൊണ്ടായിരിക്കും കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഇർമ ലവ്ഡ് സ്പെൻഡിങ് ടൈം വിത്ത് ഹെർ ഫ്രണ്ട്സ്. ഇൻ ദ ഈവനിങ് ഷി വുഡ് ഗോ സൈക്ലിംഗ്. അപ്പോൾ ഇവിടെ ചില വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് വുഡ്, കുഡ്, അതുപോലെ ഷുഡ് തുടങ്ങിയ വാക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇർമ കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇൻ ദ ഈവനിങ് ഷി വുഡ് ഗോ സൈക്ലിംഗ്. അപ്പോൾ സൈക്ലിങ്ങിന് പോകുമായിരുന്നു. ഷി വുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിതൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. കുഡ് എന്ന് ഇവിടെ ഉപയോഗിച്ചപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കഴിവിനെ കുറിച്ച് പറയാനാണ്. പാസ്റ്റിലുള്ള ഒരു എബിലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് കുഡ് എന്ന് പറയുന്നത്. വുഡ് എന്ന് പറയുന്നത് പാസ്റ്റിലെ ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ ഷുഡ് എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ, നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ഇൻ ദ ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിതൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. അപ്പം മടുക്കാതെ ഒരുപാട് സമയം ഈ സൈക്കിൾ ഓടിക്കാൻ അവൾക്ക് കഴിവുണ്ടായിരുന്നു. ഏർലി ഇൻ ദ മോർണിംഗ് ഷീ വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. രാവിലെ അവൾ പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ ചെയ്യുമായിരുന്നു. ബട്ട് എവറിത്തിങ് ചേഞ്ച് വെൻ ഷീ ഗോട്ട് എ സ്മാർട്ട് ഫോൺ ഫോർ ഹർ ബർത്ത്ഡേ. അപ്പോഴാണ് അവൾക്ക് ബർത്ത്ഡേക്ക് ഒരു സ്മാർട്ട് ഫോൺ സമ്മാനമായി ലഭിക്കുന്നത്. അറ്റ് ഫസ്റ്റ് ഇർമ യൂസ്ഡ് ഹർ ഫോൺ ഫോർ ടോക്കിംഗ് ടു ഹർ ഫ്രണ്ട്സ് ആൻഡ് ടേക്കിംഗ് ഫോട്ടോസ്. അപ്പോൾ ആദ്യം ഫ്രണ്ട്സിനെ വിളിക്കാനും അതുപോലെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഫോൺ ഉപയോഗിച്ചെങ്കിലും പിന്നെ സമയം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, ബട്ട് ആസ് ടൈം വെൻറ്റ് ഓൺ ഷീ ഫൗണ്ട് ഷീ കുഡ് നോട്ട് ടേക്ക് ഹർ ഐസ് ഓഫ് ദ സ്ക്രീൻ. കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ഫോണിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ഫോണിനൊരു അഡിക്റ്റായി ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. വൺസ് ഷീ സ്റ്റാർട്ടഡ് യൂസിങ് ഹെർ സ്മാർട്ട് ഫോൺ ഷീ വുഡ് സ്ക്രോൾ ത്രൂ സോഷ്യൽ മീഡിയ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നു, വീഡിയോസൊക്കെ കാണുന്നു, അതുപോലെ ഒരുപാട് സമയം ഗെയിംസ് കളിക്കുന്നു. ഓഫൺ ഷീ കുഡ് നോട്ട് ഹെൽപ്പ് റീച്ചിങ് ഫോർ ഹെർ ഫോൺ ഈവൻ വെൻ ഷീ വാസ് ബിസി വിത്ത് അതർ തിങ്സ്. അപ്പോൾ എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഫോണിലേക്ക് ശ്രദ്ധ പോകുന്നു. Irma's mother noticed this and she thought Irma should not let herself be carried away by the smartphone. അപ്പോൾ ഇർമ ഇങ്ങനെ ഫോണുമായിട്ടിരിക്കാൻ പാടില്ല എന്ന് അവളുടെ അമ്മ മനസ്സിലാക്കുന്നു. സ്പെൻഡിങ് ടൈം ഔട്ട്ഡോർസ് ആൻഡ് എൻജോയിങ് റിയൽ ലൈഫ് മൊമെൻറ്റ്സ് ഷുഡ് ബി ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ദ ഡിജിറ്റൽ വേൾഡ് ടു ഹെർ. അപ്പോൾ ഈ ഡിജിറ്റൽ വേൾഡിൽ ഇങ്ങനെ മുഴുവൻ സമയം ചെലവഴിക്കുന്നതിന് പകരം പുറത്തേക്കിറങ്ങി റിയൽ ലൈഫിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഇർമയുടെ അമ്മയ്ക്ക് തോന്നുകയാണ്. Now read the passage, pick out sentences with words in italics and write them below. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പാരഗ്രാഫിലെ വുഡ്, കുഡ്, അതുപോലെ ഷുഡ് ഇത് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആ സെൻറ്റൻസുകൾ എഴുതാം. ഏതൊക്കെയാണ് ആ സെൻറ്റൻസുകൾ? ഇൻ ദ ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. രണ്ടാമത്തെ സെൻറ്റൻസ് ഷീ കുഡ്. അപ്പോൾ അവിടെ കുഡ് എന്നുള്ളത് ഉപയോഗിച്ചിട്ടുണ്ട്. ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിതൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. ഏർലി ഇൻ ദ മോർണിംഗ് ഷീ വുഡ് എന്നുള്ള വാക്ക് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. അറ്റ് ഫസ്റ്റ് ഇർമ യൂസ്ഡ് ഹർ ഫോൺ ഫോർ ടോക്കിംഗ് ടു ഹർ ഫ്രണ്ട്സ് ആൻഡ് ടേക്കിംഗ് ഫോട്ടോസ് ബട്ട് ആസ് ടൈം വെന്റ് ബൈ ഷീ ഫൗണ്ട് ഷീ കുഡ് എന്നുള്ള വാക്ക് could not take her eyes off the screen. Once she started using her smartphone, she would എന്നുള്ള വാക്ക് scroll through social media, watch videos and play games for hours. Often she could എന്നുള്ള വാക്കാണ് ആറാമത്തെ സെൻറ്റൻസിൽ. Help reaching for her phone even when she was busy with other things. Irma's mother noticed this and she thought Irma should. അപ്പോൾ അവിടെ ഷുഡ് എന്നുള്ള വാക്ക്. അപ്പോൾ ഈ സെൻറ്റൻസുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഷുഡ് ഉപയോഗിക്കുന്നത് ടു റെഫർ ടു ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ, നമ്മളുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളെയൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷുഡ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഷുഡ് ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾ ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വുഡ് ഉപയോഗിക്കുന്നത് പഴയ കാലത്തുണ്ടായിരുന്ന ചില സ്വഭാവങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്, ടു റെഫർ ടു പാസ്റ്റ് ഹാബിറ്റ്സ്. അതുപോലെ കുഡ് ഉപയോഗിക്കുന്നത് പണ്ടുണ്ടായിരുന്ന ചില കഴിവുകളെ സൂചിപ്പിക്കാനാണ്, പാസ്റ്റ് എബിലിറ്റിയെ സൂചിപ്പിക്കാനാണ് കുഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ രീതിയിൽ ഈ സെൻറ്റൻസുകളൊക്കെ എടുത്ത് അതിൻ്റെ വരുന്ന ബോക്സുകളിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതുക. ഷുഡ് വരുന്നതും കുഡ് വരുന്നതും വുഡ് വരുന്നതും. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. നോട്ടീസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. He met a girl who was crying because she had lost her favorite doll. Kafka had prepared the letter which was meant to be from the doll. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സെൻറ്റൻസിലെ ഹൂ എന്നുള്ളതും രണ്ടാമത്തെ സെൻറ്റൻസിൽ വിച്ച് എന്നുള്ളതുമാണ് ഇവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്ന ഒരു ഗ്രാമർ ഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് ഹു എന്നുള്ളത്. എന്നാൽ വിച്ച്, ദാറ്റ് എന്നൊക്കെയുള്ളത് മറ്റു വസ്തുക്കളെ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ആ പോയത്തിലും ധാരാളമായിട്ട് ഹൂ, ദാറ്റ് എന്നുള്ളതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഹൂ എന്നുള്ളത് എപ്പോഴും സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയെയാണ്. ദാറ്റ് എന്നുള്ളത് വേറെ എന്തെങ്കിലും കാര്യങ്ങളെയോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെയൊക്കെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡയലോഗ് കൊടുത്തിട്ടുണ്ട് രണ്ടാളുകൾ തമ്മിലുള്ള. യൂസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിയ ആൻഡ് മിലൻ. അപ്പോൾ ദിയയും മിലനും ഇവിടെ സംസാരിക്കുന്നു. ഇവർ സംസാരിക്കുന്നതിൽ ചില ഭാഗങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അത് ദാറ്റ്, വിച്ച്, ഹു ഇതിലേതെങ്കിലും റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണെങ്കിൽ അത് ഹു എന്നും, മറ്റ് വസ്തുക്കളെയോ കാര്യങ്ങളെയോ ഒക്കെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ ദാറ്റ് അല്ലെങ്കിൽ വിച്ച് ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ദിയ പറയുന്നത്, ഹേയ്, ഹാവ് യു ഹേർഡ് ഓഫ് ദ എർത്ത് ഹീറോസ് ക്ലബ്? നോ, വാട്ട് ഈസ് ദാറ്റ്? അപ്പോൾ എർത്ത് ഹീറോസ് ക്ലബ് എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്താണെന്ന് അപ്പോൾ മിലൻ ചോദിക്കുകയാണ്. ഇനി ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് കിഡ്സ്. അപ്പോൾ കിഡ്സിനെ സൂചിപ്പിക്കുന്നു. എങ്ങനെയുള്ള കിഡ്സ് ആണ്? ഹു ആർ ഡാഷ് ആർ റിയലി പാഷനേറ്റ് അബൌട്ട് എൻവയൺമെൻറ്റ് കൺസർവേഷൻ. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് അതിൽ താല്പര്യമുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എങ്ങനെയുള്ള കുട്ടികളാണ്? പരിസ്ഥിതി സംരക്ഷണത്തിൽ താല്പര്യമുള്ള കുട്ടികൾ. അപ്പോൾ ഇവിടെ കുട്ടികളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അതിന് യോജിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കണം. അപ്പോൾ അത് വരുന്നത്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കിഡ്സ് ഹൂ ആർ റിയലി പാഷനേറ്റ് അബൌട്ട് എൻവയൺമെൻറ്റ്. That sounds cool. Who can join? Anyone dash wants to make a difference. Everyone can play a part in taking care of our planet, they say. That's really smart. Do they do എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ടോ? അപ്പോൾ എനി വൺ എന്നുള്ളത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഹൂ ആണ്. എനി വൺ ഹൂ വാണ്ട്സ് ടു മേക്ക് എ ഡിഫറൻസ്. എവ്രി വൺ ക്യാൻ പ്ലേ പാർട്ട് ഇൻ ടേക്കിംഗ് കെയർ ഓഫ് അവർ പ്ലാനറ്റ്, ദേ സേ. ഇനി മൂന്നാമത്തെ നോക്കാം. ദേ കൺവിൻസ് ദ ഷോപ്പ് കീപ്പേഴ്സ് ടു ഗിവ് അപ്പ് പ്ലാസ്റ്റിക് ബാഗ്സ്. അപ്പോൾ പ്ലാസ്റ്റിക് ബാഗ്സ് ഉപയോഗിക്കുന്നത് നിർത്തണം എന്ന് ഈ കട ഉടമകളെയൊക്കെ അവർ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ബാഗ്സിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബാഗ്സ് ഡാഷ് ആർ ഹാംഫുൾ ടു ദ എൻവയൺമെൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ചേർക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ് ആണ്. പ്ലാസ്റ്റിക് ബാഗ്സ് ദാറ്റ് ആർ ഹാംഫുൾ ടു ദി എൻവയൺമെൻറ്റ് മൂന്നാമത്തെ ആൻസറാണ്. ഇനി നാലാമത്തെ നോക്കാം. യു ക്യാൻ അറ്റൻഡ് ദെയർ മീറ്റിംഗ് ഡാഷ് ദേ ഹോൾഡ് എവറി ഫ്രൈഡേ ആഫ്റ്റർനൂൺ. മീറ്റിങ്ങിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ വിച്ച് എന്ന് നമുക്ക് ഉപയോഗിക്കാം. യു ക്യാൻ അറ്റൻഡ് ദെയർ മീറ്റിംഗ് വിച്ച് ദേ ഹോൾഡ് എവറി ഫ്രൈഡേ ആഫ്റ്റർ സ്കൂൾ.